Hi friends, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് Redmi Note 8 vs Vivo U10 SpeedTest ആണ്. ഏത് ഫോണായിരിക്കും ഒന്നാമത് എത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളതെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ടായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് മാത്രമാണ് തുറന്നു നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ തുറന്നു നോക്കുന്നത്. 2 ഫോണിൻ്റെയും റീസെൻറ്റ് ആപ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റൗണ്ടിന് ഫസ്റ്റ് ലാബ് റെഡ്മി നോട്ട് 8 1 മിനിറ്റും 44 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം വിവോ U10 1 മിനിറ്റും 31 സെക്കൻഡ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അല്പം ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നത് വിവോ U10 ആണ്. നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 3 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് റെഡ്മി നോട്ട് 8. വിവോ U10 3 മിനിറ്റും 5 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചെറിയൊരു വേരിയേഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഏത് ഫോണായിരിക്കും കൂടുതൽ നന്നായി മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് റെഡ്മി നോട്ട് 8 3 മിനിറ്റ് 32 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം വിവോ U10 4 മിനിറ്റും 24 സെക്കൻഡ് സമയം എടുത്താണ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റെഡ്മി നോട്ട് 8 7 മിനിറ്റും 3 സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം വിവോ U10 9 മിനിറ്റും 3 സെക്കൻഡ് എടുത്താണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസീവ് അപ്ലിക്കേഷൻസ് കൂടുതൽ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് റെഡ്മി നോട്ട് 8-നാണ്. വിവോ U10 ഒരുപാട് പിന്നിലാണ് വരുന്നത്. നമുക്ക് രണ്ട് ഫോണിൻ്റെ റീബൂട്ടിംഗ് ടൈം കൂടി നോക്കാം. റെഡ്മി നോട്ട് 8 27 സെക്കൻഡ് കൊണ്ട് റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അതേസമയം വിവോ U10 39 സെക്കൻഡ് കൊണ്ടാണ് റീബൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.